ഹലോ. അപ്പോൾ ഞാനൊന്ന് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിക്കാൻ വന്നതാണ്. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക്. 10 ഉണ്ട് ലിപ്സ്റ്റിക്ക്. ഓരോന്നായിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. 3 കളറ്, അതായത് ഡിഫറെൻറ്റ് കളറ് റെഡ് ഉണ്ട്. ഇപ്പം ആദ്യത്തെ കളർ ഒരു റെഡാണ്. റെഡ് വെച്ചാൽ ഒരു മെറൂൺ പോലത്തെ ഒരു കളറാണ്. വേണ്ട, ഇതൊക്കെ ഒരു മെറൂൺ കളർ ലിപ്സ്റ്റിക്കാണ്. നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ പല്ലുമ്പോൾ കമ്പ്യൂട്ടർ അങ്ങനെ കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനത്തെ തന്നെ കൊടുക്കാം. ഇതാണ്ട് ഫസ്റ്റത്തെ കളറ്. ഇടയിൽ തിളച്ചത് പിന്നെ വേറൊരു കളർ ഇട്ടാൽ ഇതൊരു മെറൂൺ പോലത്തെ കളറാണ്. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. മീഷോന്ന് ഇങ്ങനെ ഒരു കൺമഷി വാങ്ങിയപ്പോൾ അതിനപ്പോൾ ഫ്രീ കിട്ടിയതാണ്. ഇതും ഒരു റെഡ് കളറാണ്. അതും മെറൂൺ കളറ്. ഇതൊരു റെഡ് കളറാണ്. ഇത് കറുപ്പ് റെഡ് കളർ ഇട്ടുന്നുള്ളത്. ഇത് കുറച്ച് നാളായി ഇത് വാങ്ങിയിട്ട്. ഞാൻ എന്തെങ്കിലും ഉപയോഗിക്കാറൊന്നുമില്ല. അതായത് ഇങ്ങനെ കട്ടായിട്ട് ഇരിക്കുന്നു. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് അധികം ഞാനിങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാനിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടെന്നുള്ളു. വാങ്ങി വെച്ചിട്ട് ഞാനിങ്ങനെ ഉപയോഗിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല കാലത്ത് എന്തെങ്കിലും പരിപാടി ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇടാറുള്ളൂ. ഞാൻ അല്ലാണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ലിപ്സ്റ്റിക്കൊന്നും ഞാൻ ഇടാറില്ല. ഇത് കുറച്ച് നാളായിട്ടാണ് ലിപ്സ്റ്റിക്ക്. ഇത് കുറച്ച് നാളായത് തന്നെ ഇതിൻ്റെ റെഡ് അധികം അങ്ങനെ കിട്ടുന്നത്. എന്തോ ഒരു പിങ്ക് കളർ പോലെ ഇരിക്കും. പക്ഷെ എൻ്റെ കളർ റെഡാണ് കേട്ടോ. ഓരോന്നായിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. അടുത്തത് ഇതുപോലെ അടുത്തത് ഒരു മെറൂൺ കളർ തന്നെയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു മരുന്നിൻ്റെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. ഇതൊരു മെറൂൺ കളറാണ് കേട്ടോ. റെഡല്ല, എന്നാൽ റെഡിനേക്കാളും ഭയങ്കര ഇത് കൂടി വെച്ചാൽ ആദ്യത്തെ കളറാണ്. മെറൂൺ കളറാണ് വേണ്ടത്. അങ്ങനത്തെ ഈ ഒരു കളറാണ്. ഓരോന്നായിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. 3 കളറ്. ഇത് എന്ത് കളറാണെന്ന് അറിയാൻ പാടില്ല. ഒരു വൃത്തിയായിട്ട് ഒരു പിങ്ക് പോലത്തെ ഒരു കളറാണ് കേട്ടോ. പക്ഷേ കാണിച്ചു ഈ കളറാണ് കേട്ടോ. കൈ കണ്ട ഈ കളറാണ്. പക്ഷെ ഇത് ലിപ്പിലാകുമ്പോൾ ഇത് കുറച്ച് വേറെ കളറാണ്. പിങ്ക് കളർ.
കുഴപ്പമില്ല കേട്ടോ, സാധാ ഒരു കളറാണ്. വലിയ രസം എനിക്ക് തോന്നണില്ല. ഒരു പിങ്ക് കളർ ലിപ്റ്റിക്കാണ്. കുഴപ്പമില്ല. ഇത് കുറച്ചിട്ടിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്തിട്ടും ഇത് കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ നല്ല ഭംഗിയുണ്ടാവും. കുറേ അങ്ങോട്ട് ഇട്ട് പോവുകയാണെങ്കിൽ ഒരുമാതിരി വേറെ ഏതോ കളർമായിരുന്നു. ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നമ്മൾ വെറുതെ ഒന്ന് ഇത്ര കളറുണ്ട്. ബ്രൗൺ അല്ല, എന്നാൽ റെഡ് അല്ല, എന്തോ ഒരു കളറാണ്. ബ്രൗൺ അല്ല ഇത് നമ്മൾ കയ്യിലിടണ പോലെ അല്ല ഇട്ടത്. നമ്മൾ ചുണ്ടിലിടുമ്പോൾ വേറെ വേറെ കളറായിട്ടാണ് വരുന്നത്. ഒരു പിങ്ക് പോലത്തെ കളറാണ്. പിങ്ക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു കളറാണ്. ഒരു ഷെയ്ഡാണ്. ഇത് ആൾക്കാർ കുറേ പേര് ഇട്ടണ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ ഇട്ടിട്ട് എങ്ങനെ പോയാൽ കണക്കാണ്. ഇട്ട് നോക്കട്ടെ. അടുത്തത് ഈ ഒരു ഷെയ്ഡാണ്. നമുക്ക് നോക്കട്ടെ. ഒരു പിങ്ക് ഷെയ്ഡാണ്. ഒരു പിങ്ക് കളറാണിത്. ഇതിങ്ങനെ തുടച്ച് വരുമ്പോൾ ചുണ്ട് വീണ്ടും വീണ്ടും ട്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രൈ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ലിപ് ബാം ഉപയോഗിച്ചിട്ട് ഇടാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആകെ ഇതാവും. ഡ്രൈ ആയി ചുണ്ടുണ്ട്. ചുണ്ടെപ്പോഴും ഡ്രൈ ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ പല്ലുമ്പോൾ കമ്പിട്ടേ പിന്നെ ഇത്രയും ഡ്രൈ ആവൽ കൂടുതൽ. ഇപ്പം പ്രശ്നമില്ല, കുഴപ്പമില്ല. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാലും ചെയ്യൂല. ലിപ്സ്റ്റിക്ക് നോക്കട്ടോ. എന്ത് കളറിട്ടിട്ട് എൻ്റെ ചുണ്ടിനങ്ങോട്ട് ചേർന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാൻ പാടില്ല. എൻ്റെ ചുണ്ടിന് ഇത് വരച്ചിട്ട് ഭംഗി തോന്നുന്നില്ല. ചിലപ്പോൾ ചുണ്ട് ട്രൈ ആയതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ ഇട്ടിട്ട് ശരിയായി വരുമ്പോൾ ശരിയായിരിക്കും കേട്ടോ. ഇപ്പം അടുത്ത നോക്കിയിട്ട് കൊടുത്താൽ അടുത്തൊരു ബ്രൗൺ കളർ തന്നെയാണ്. ഞാനിത് അങ്ങനെ ഇടാറില്ല, എന്നാലും വെറുതെ എടുത്ത് വെച്ചതാണ്. ഒരു സ്മോക്കി എഫക്റ്റാണിത്. സ്മോക്കി എഫക്റ്റ് അല്ല, സംഭവം ആകെ ബ്രൗണാണ്. വായൊക്കെ എന്തോ വീട് വലിച്ച പോലെ ചെയ്തിട്ടുണ്ട് ചുണ്ടൊക്കെ. ഇതാണ് കേട്ടോ, ഒരു ബ്രൗൺ കളറാണ്. വേറെ കളറൊന്നുമില്ല, സാധാ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ആദ്യം ബ്രൗൺ കളറൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ മേലെ കൂടെ വേറെ കളർ ഉപയോഗിക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വേറൊരു കളറാണ്. ഇത് ഒരു പിങ്ക് പോലത്തെ കളറാണ്. പിങ്ക് അല്ല, പിങ്ക് പോലത്തെ ഒരു കളർ. പിങ്ക് പോലെ പിങ്കല്ല, പിങ്കില്ല കേട്ടോ. ഞാൻ ഇട്ട് നോക്കാം. റെഡ് കളറല്ല, ഒരു മെറൂൺ കളറൊക്കെ ആയിട്ട്. ഞാൻ ഈ ബ്രൗൺ കളറിൻ്റെ മേലെ ഈ ഷെയ്ഡ് കാരണം അത്ര അധികം വെള്ള കളർ തോന്നിക്കുന്നില്ല. വലിയ കളറൊന്നും ഇല്ലത്, ഒരു ലൈറ്റ് കളറാണ് ഇട്ടത്. ഈ ഒരു കളറാണ്, ഈ ഡോട്ട് കാണുന്ന കളറാണ് കേട്ടോ.
പിന്നെ അടുത്ത കളർ നോക്കട്ടോ. ഇതൊക്കെ ഒന്നും പോകാനില്ല. ഉള്ള എല്ലാ കളറും പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത്തിരി ലൈറ്റ് കളറാണുള്ളത്, കുഴപ്പമില്ലല്ലോ. അടുത്ത കാണിക്കട്ടോ. ഇത് സാധാ റെഡ് കളറാണ് കേട്ടോ. ഇതൊരു നല്ല റെഡാണ്. ഈ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഉള്ള റെഡ് കളറിൽ ഉള്ള നല്ല ഒരു കളർ കാണുന്നു. ബാക്കിയെല്ലാം കണക്ക്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. കളറുള്ളവർക്കൊക്കെ ഈ ലിപ്സ്റ്റിക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നല്ല കളറൊക്കെ ഉള്ള ആൾക്കാർക്ക്, നല്ല ഭംഗിയുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ ഈ ഷെയ്ഡൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഷെയ്ഡിട്ടിട്ട് ഈ ഷെയ്ഡൊക്കെ ഇട്ടിട്ടും എല്ലാം ഒരു കോലത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നല്ലൊരു കളറാണ് കേട്ടോ. നമ്മളിങ്ങനെ കാണുന്നില്ല, ഇടുമ്പോൾ നല്ല കളറൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇട്ടിട്ട് എല്ലാം ഒരേപോലെ നിൽക്കുന്നത്. നേരം മരം ഇതാണ്ട് ഞാനിപ്പോൾ ഇട്ടാറുണ്ട്. ഇതൊരു ബ്രൗണ്. ഇതാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്ത മെറൂൺ കളർ. അത് ഈ മെറൂണാണ് ഞാൻ എല്ലായിടം പോകുമ്പോൾ ഞാൻ ഇടാറുള്ളത്. ഈ മെറൂണാണ് മിക്കപ്പോഴും ഞാൻ എവിടെ പോകുമ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ മെറൂൺ കളറാണ് നല്ല ഭംഗിയാണത് കാണാൻ. ഇട്ടിട്ടാണ് ഇടുമ്പോഴും നമുക്ക് എന്താ ഒരു ഓയിലി ലുക്ക് കൊടുക്കണം. ഓയിലി ലുക്ക് ഉണ്ടാവും ഇതിന് ഇടുമ്പോൾ. ഞാൻ മിക്കപ്പോഴും ഇതാണ് ഇടാറ്. ഇത്ര കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ബൈ.